ഇസ്ലാമിൽ അടിമയെ പങ്കിട്ട് വരെ ഭോഗിക്കാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാതിരി അളിഞ്ഞ സാമാനങ്ങളാണ് ഈ ഖുറാനിലുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തികളാണ് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഇത് വിളിച്ചു കൂവി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് അനുഭവിക്കുകയും ഒരുവിധം ഇവിടെ കടന്ന് ചത്താൽ ശരിയാവില്ല, ഞാനിത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത് ലോകത്തോട് വിളിച്ചു പറയണമെന്നുള്ള ആ ഒരു ധൈര്യവും ആ ഒരു ദൃഢ നിശ്ചയത്തിൻ്റെ പേരിലും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ യസീദി വനിത, ഇവർ അവിശ്വാസിയാണ് ഇസ്ലാമിൻ്റെ കണ്ണിൽ, ഐസിസിൻ്റെ കണ്ണിൽ. ആ യസീദി വനിതയുടെ കഥയാണ് ഈ പുസ്തകം. അവരുടെ ജീവിത അനുഭവമാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അവരോട് നിങ്ങൾക്ക് പോയിട്ട് പറയാൻ ധൈര്യമുണ്ടോ, ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മോളെ, ഇസ്ലാമിൽ ഇങ്ങനെയൊന്നും ഇല്ല, ഇത് കുറച്ച് ആളുകൾ കെട്ടിച്ചമച്ച് വെക്കുന്നതാണ്, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ ഇവരോട് സംസാരിച്ച, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജീവിതം തന്നെ മടുത്തു പോകും, നിങ്ങൾ അവസാനിപ്പിക്കും. ഇസ്ലാം എന്ന് പറയുന്ന സാധനം നിങ്ങൾ ദൂരെ എടുത്ത് കളയും എന്നാണ് എനിക്ക് പറയാനുള്ളത്.